Good morning. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി പറയാനുണ്ട്, കണ്ടിന്യൂ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എല്ലാവരും വായിച്ചു നോക്കിയോ വീട്ടിൽ പോയിട്ട്? വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. വീട്ടിലിരുന്ന് വായിച്ചോ? അയച്ചു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഫാർമസിയാണ് പറയാനായിട്ടുള്ളത്. ഫാർമസിയില് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വണ്ണിനകത്ത് വരുന്നത് പ്രിസ്ക്രിപ്ഷൻ എറർ ആണ്. പ്രിസ്ക്രിപ്ഷൻ എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതായത് ഡോക്ടേഴ്സ് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനിലുള്ള തെറ്റുകൾ, അതിന്റെ പെർസെന്റേജിനെയാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എറർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡോക്ടർമാര് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനിലുള്ള തെറ്റുകൾ എത്രമാത്രം വരുന്നുണ്ട്, ഫാർമസിയിൽ എത്രമാത്രം അങ്ങനെയുള്ള തെറ്റുകൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത് ഡിസ്പെൻസിങ് എറർ ആണ്. ഡിസ്പെൻസിങ് എറർ എന്ന് പറഞ്ഞാല് മരുന്നുകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഡോക്ടർമാര് ചിലപ്പോ എന്താണ് മരുന്നുകൾ ചിലപ്പോ 1 വീതം 3 നേരമൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുക അല്ലെ പ്രിസ്ക്രിപ്ഷനില്. പക്ഷെ ഫാർമസിസ്റ്റ് നമുക്ക് തരുന്നത് 1 വീതം 2 നേരം എന്നിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഇതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോ അതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഡോസേജിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഒരു ഗുളികയ്ക്ക് പകരം ചിലപ്പോൾ അര ഗുളികയെന്നായിരിക്കും ചിലപ്പോൾ അവർ എഴുതി തരിക. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ചില കേസുകൾ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ ആണെങ്കിൽ രാത്രി മാത്രമായിരിക്കും കഴിക്കാനായിട്ട് ഡോക്ടർ എഴുതിയിരിക്കുക. പക്ഷെ ഫാർമസിസ്റ്റിന്റെ തെറ്റായിട്ടുള്ള ഒരു എന്താ പറയാ, അവരുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു റീഡിംഗ് മൂലം അത് ചിലപ്പോ രാവിലെയും വൈകിട്ടും ഒക്കെ പേഷ്യന്റ് കഴിച്ചെന്നിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അറിയാം. ഏത് സമയവും ഉറങ്ങുമായിരിക്കും പേഷ്യന്റ് ഇത് കഴിക്കുമ്പോൾ അല്ലെ, പകലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. അപ്പോഴായിരിക്കും അറിയാം അതായത് ഈ ഒരു ഫാർമസിസ്റ്റ് മരുന്നെടുത്ത് തന്നതില് പിശക് പറ്റിയിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷൻ ഫാർമസിസ്റ്റ് തെറ്റായിട്ട് എടുത്ത് തന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനെയുള്ള അറിവ് സാധാരണ ഉണ്ടാവാറുണ്ട് കേട്ടോ. എപ്പോഴും അല്ല ഞാൻ പറയുന്നത്, വല്ലപ്പോഴും ഒരിക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്പെൻസിങ് എറർ എന്ന് പറയുന്നത് കേട്ടോ. വൺസ് ഇൻ എ ഡെയിലി അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഡെയിലി എന്നുള്ളത് ഒക്കെ തെറ്റുകൾ വരുത്തുന്നു. പക്ഷെ തെറ്റായിട്ട് ചിലപ്പോ ഡോക്ടർമാർ എഴുതുന്ന രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് മരുന്നുകളുടെ ഒരു ക്രമം എഴുതുക? എങ്ങനെയാണ്, അതായത് മരുന്നുകളുടെ പേര് എഴുതിയിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പൊ 3 നേരം കഴിക്കേണ്ട മരുന്നാണെങ്കിൽ 1-1-1 എന്ന് എഴുതും. ഇനി 2 നേരം ആണെങ്കിൽ 101 എന്ന് എഴുതാം. രാവിലെ മാത്രം കഴിക്കേണ്ട ടാബ്ലറ്റ് ആണെങ്കിൽ 100 എന്നാണ് എഴുതാം. അങ്ങനെയാന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അത് തെറ്റായിട്ട് ചിലപ്പോൾ ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് അവർ എഴുതിയിരിക്കുന്നത് എന്താ പറയാ നമുക്ക് മനസ്സിലാകാത്തത് മൂലമായിരിക്കും. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ പെട്ടെന്ന്. അപ്പൊ അതിന്റെ പിശക് മൂലമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്പെൻസിങ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ആണ് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ ADR per 100 discharge that include LAMA, DAMA, abscond and deaths. ഇവിടെ പറയുന്നത് ADR ഫുൾ ഫോം എന്ന് എഴുതിയെടുക്കുക കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ADVERSC, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് വീര്യം കൂടിയ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അതായത് വീര്യം കൂടിയ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ
പേഷ്യൻസിൽ എത്ര പേര് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള മരുന്നുകൾ പേഷ്യൻസിൽ കുത്തിവെക്കുമ്പോൾ പേഷ്യന്റെ ബോഡി റിയാക്ട് ചെയ്യും അല്ലെ. ചിലപ്പോ അവർ പനിയായിട്ടായിരിക്കും വന്നിരിക്കുക. ഈ ഒരു മരുന്ന് ഉപയോഗിച്ചത് മൂലം ചിലപ്പോ അവരുടെ ദേഹം ആസകലം ചൊറിയുകയോ അല്ലെങ്കിൽ തടിച്ചു പൊന്തുകയോ അല്ലെങ്കിൽ ശ്വാസമുട്ട് അനുഭവപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ അതുമൂലം ആ പേഷ്യന്റ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകാം, നിർബന്ധപൂർവം ഡിസ്ചാർജ് ചെയ്ത് പോകാം. അപ്പൊ ലാമ പേഷ്യൻസ് അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത്. ഇങ്ങനെയുള്ള മരുന്നുകൾ, അതായത് വീര്യം കൂടിയ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എത്ര പേര് അവിടെ നിന്ന് ലാമ മേടിച്ചു പോകുന്നുണ്ട്, എത്ര പേര് ഡാമ മേടിച്ചു പോകുന്നുണ്ട്, എത്ര പേര് അബ്സ്കോണ്ട് ആവുന്നുണ്ട്, എത്ര പേര് മരിക്കുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ഇരിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് മരുന്നിന്റെ റിയാക്ഷൻ മൂലം പേഷ്യന്റ് മരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ മരുന്ന് മാറി പേഷ്യന്റ് മരണപ്പെട്ടു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണാറില്ലേ. ഇതിനെയൊക്കെയാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. 3 പോയിന്റും ക്ലിയർ ആയില്ലേ? പ്രിസ്ക്രിപ്ഷൻ എറർ, ഡിസ്പെൻസിങ് എറർ, മൂന്നാമത്തത്. ഓക്കെ അല്ലേ? സ്പീഡൊന്നും കൂടുന്നില്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ. നാലാമത്തെ പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ സ്റ്റാർട്ട് വിത്ത് പ്രോൺ അബ്രീവിയേഷൻ. തെറ്റായിട്ടുള്ള അബ്രീവിയേഷൻസ് അല്ലെങ്കിൽ മരുന്നുകളുടെ തെറ്റായിട്ടുള്ള എന്താ പറയാ, അത് നമ്മൾക്ക് തരുന്നത് മൂലം അത് എത്ര പെർസെന്റേജ് ആണ് പ്രോൺ അബ്രീവിയേഷൻസ് മൂലം എത്ര പെർസെന്റേജ് പേഷ്യന്റിന് മരുന്നുകൾ മാറിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് തെറ്റായിട്ടുള്ള മരുന്നുകൾ എത്രമാത്രം തരുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് നാലാമത്തെ പോയിന്റ്. ഓക്കെ, then അഞ്ചാമത്തെ പോയിന്റ്, percentage of patients receiving high risk medications developing adverse drug event. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ അത് തന്നെയാണ്, സെയിം തന്നെയാണ് റിപ്പീറ്റ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. എത്ര പേഷ്യൻസിന് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്, ഹൈ റിസ്ക് ഉള്ള മെഡിക്കേഷൻസ് ഉണ്ടാവും അല്ലെ, നമ്മുടെ നോർമൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് റിയാക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള മരുന്നുകൾ പേഷ്യൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അത് എത്ര പേർക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്ര പെർസെന്റേജ് ആണ് ഇങ്ങനെയുള്ള ഹൈ റിസ്ക് മെഡിക്കേഷൻ കൊടുക്കുന്നത് എന്നതിന്റെ റേഷ്യോ കൂടി നോക്കുന്നുണ്ട്. Then 6th point, percentage of drugs and consumables obtained by local purchase. അതായത് നമ്മൾ ലോക്കൽ പർച്ചേസിൽ നിന്ന് ഡ്രഗ്സും അതുപോലെ തന്നെ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തുക്കൾ അഥവാ മറ്റ് എക്യുപ്മെന്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നീഡിൽ വരാം, ക്യാനുല വരാം, സിറഞ്ച് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂമബിളിൽ പെടുന്നതാണ് കേട്ടോ. അപ്പൊ ലോക്കൽ പർച്ചേസിൽ നിന്ന് നമ്മൾ എത്രമാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ ഡ്രഗ്സും കൺസ്യൂമബിൾസും പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ, കരിഞ്ചന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അതായത് ബ്ലാക്ക് മാർക്കറ്റ് അല്ലെ, അതായത് വളരെ കുറഞ്ഞ തുച്ഛമായിട്ടുള്ള വിലയില്, അതായത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് കരിഞ്ചന്തയിൽ നിന്നാണ്. ഓക്കെ, അവിടെ നിന്നാണ് നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഹോസ്പിറ്റലുകളിൽ എത്രമാത്രം ഇങ്ങനെയുള്ള ലോക്കൽ പർച്ചേസ് വഴി എത്രമാത്രം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, അതിന്റെ റേഷ്യോ ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, then ഏഴാമത്തെ പോയിന്റ്, percentage of stock outs including emergency drugs. എമർജൻസി ഡ്രഗ്സുകൾ എത്രമാത്രം സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എമർജൻസി ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ പഴനാനിൽ പോലുള്ള എമർജൻസി ഡ്രഗ്സ് ഒക്കെ എന്താണ്, ഒരിക്കലും അത് സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അത്യാവശ്യ മരുന്നുകളാണ്, എപ്പോഴും ഇതിന്റെ സ്റ്റോക്ക് വേണം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇതിന്റെ സ്റ്റോക്ക് തീർന്നു പോകാറുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, then എട്ടാമത്തെ പോയിന്റ്, percentage of drugs and consumables refused before preparation of GRN good receipt note. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സും അതുപോലെ തന്നെ കൺസ്യൂമബിൾസ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങാനായിട്ട് ഒരു എഗ്രിമെന്റ്, ഒരു കമ്പനിക്ക് നമ്മൾ കരാറ് കൊടുക്കുകയാണ്. അങ്ങനെയാണല്ലോ ഹോസ്പിറ്റലിലേക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. ഒരു ഹ്യൂജ് എമൗണ്ട് ഇതിൽ എന്ത് ചെയ്യും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മള് എപ്പോഴും വാങ്ങുന്ന ഒരു കമ്പനി ആയിരിക്കും, അവരുമായിട്ടായിരിക്കും, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും വാങ്ങുക. അങ്ങനെ വാങ്ങുമ്പോൾ
വാങ്ങുന്നതിന് തൊട്ടു മുമ്പ് റെഫ്യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു GRN എന്ന് പറയുന്നത് കേട്ടോ. GRNന്റെ ഫുൾ ഫോം ബുക്സ് റെസിപ്റ്റ് നോട്ട് ആണ്. അതായത് നമ്മൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഒരു റെസിപ്റ്റ് നമുക്ക് തരുമല്ലോ അവര്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ഇൻസിഡന്റ് ആയിട്ട് ഇത് പറഞ്ഞുതരാം. ഹോസ്പിറ്റലില് വളരെ എന്താ പറയാ ഒരു ഹ്യൂജ് ആയിട്ടൊരു എന്താ പറയാ എമൗണ്ടില് സാധനങ്ങൾ വരികയാണ്. അതായത് എക്യുപ്മെന്റ്സ് എല്ലാ സാധനങ്ങളും ഡ്രഗ്സും ഒക്കെ വരികയാണ്. വന്നവര് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു റെസിപ്റ്റ് ആയിട്ട് നിൽക്കും. എന്തിനാണ് റെസിപ്റ്റ് നമുക്ക് തരുന്നത്? ഇപ്പൊ നമ്മള് സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യാറില്ലേ, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിനൊക്കെ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്തുണ്ടാവും, ഒരു റെസിപ്റ്റ് ഉണ്ടാവും അല്ലെ. അതായത് അതുപോലെ തന്നെ അവര് നമ്മളുടെ കയ്യിൽ നിന്ന് സ്കാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ ഇതെന്തിനാണ്, അതായത് നമ്മൾക്ക് അവര് ഡെലിവറി ചെയ്തു എന്നതിനുള്ള തെളിവാണ്. നമ്മൾക്കും വേണം തെളിവ്, അതുപോലെ തന്നെ അവർക്കും വേണം. ഈ സാധനം കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ഇത് ഏറ്റുവാങ്ങി എന്നതിനുള്ള ഒരു തെളിവ്, ഒരു എവിഡൻസ് വേണം. ആ എവിഡൻസിനെയാണ് GRN എന്ന് പറയുന്നത് കേട്ടോ, ഗുഡ് റെസിപ്റ്റ് നോട്ട്. അപ്പോ ഇവിടെ പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടിയായിട്ട് വരുമ്പോൾ നമ്മൾക്കിത് തരാനായിട്ട് നോക്കും. ഇത് നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോ നമ്മൾ ഇത് റെഫ്യൂസ് ചെയ്യാം, ഇത് വേണ്ടാന്ന് പറയാം. വേണ്ടാന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോ ക്വാളിറ്റി കുറവായിരിക്കാം അവരുടെ. ആ ഒരു മൊമെന്റിലാണ് ഇത് പറയുന്നത് കേട്ടോ. നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു മൊമെന്റിൽ പറയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇത് വേണ്ട, എക്യുപ്മെന്റോ ഡ്രഗ്സോ ഒന്നും വേണ്ട, ഞങ്ങൾ ഇത് റെഫ്യൂസ് ചെയ്യാണെന്ന് പറയാണ്. അപ്പോ അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ക്വാളിറ്റിയിലുള്ള കുറവായിരിക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സിൽ ഉള്ള വേരിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഉള്ള സാധനങ്ങളല്ല ചിലപ്പോ വന്നതെങ്കിൽ അങ്ങനെയും എന്താണ്, അതായത് നമ്മൾ ഓർഡർ കൊടുത്തതായിരിക്കില്ല ചിലപ്പോൾ അവർ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമ്മള് റെഫ്യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ എത്രമാത്രം ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഹോസ്പിറ്റലിൽ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത് കേട്ടോ. Then 9th point, percentage of variations from the procurement process. Procurement process എന്ന് പറഞ്ഞാല് അതായത് നമ്മള് ചരക്കുകള്, അതുപോലെ തന്നെ ഹോസ്പിറ്റലൈഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പോ ഇത് നമ്മൾ അടുക്കി പിറക്കി വെക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറയാം. അതായത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ചരക്കുകള്, അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങള് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോസസ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ഈ ഒരു പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറയാം. അപ്പൊ ഹോസ്പിറ്റലിൽ എത്രമാത്രം ഓരോ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജിനെയാണ് 9th പോയിന്റ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ? അടുത്തത് 7ാമത്തെ പോയിന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്. ഫ്രണ്ട് ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫ്രണ്ട് ഓഫീസിലെ ഇത് നോക്കുന്നത് ഫസ്റ്റ് വൺ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ്. ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന രോഗികൾക്ക് എത്രമാത്രം സംതൃപ്തി ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് അവിടെ നോക്കുന്നുണ്ട്. അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. Then രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസ് എത്രമാത്രം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ പെർസെന്റേജ് കൂടി അവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് MRD ആണ്, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് കേട്ടോ ചെയ്യുന്നത്. MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, percentage of medical records without a discharge summary. ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത എത്ര മെഡിക്കൽ റെക്കോർഡ്സുകള് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുണ്ട്, അല്ലെങ്കിൽ MRD ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്നുണ്ട്. ചില ഇതിന് മെഡിക്കൽ റെക്കോർഡുകൾക്ക് ഡിസ്ചാർജ് സമ്മറി ചിലപ്പോൾ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, percentage of medical records not having ICD coding. ICD coding എന്ന് പറഞ്ഞാല് ഒന്ന് ഫുൾ ഫോം എഴുതി വെക്കുക കേട്ടോ നിങ്ങള്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്.
അതായത് മെഡിക്കൽ റെക്കോർഡുകളിൽ നമ്മൾ ഫുൾ ആയിട്ട് ഒരു കാര്യം എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നതിന് പകരം പല പല കോഡുകളായിട്ടായിരിക്കും ഉപയോഗിക്കുക അല്ലെ. അതായത് രോഗത്തിന്റെ പേരുകള്, അതുപോലെ തന്നെ മരുന്നുകളുടെ പേരുകള്, ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾക്ക് പല പല കോഡുകളായിട്ടായിരിക്കാം മെഡിക്കൽ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഇങ്ങനെയുള്ള കോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതായത് ആ ഒരു മെഡിക്കൽ റെക്കോർഡുകളിൽ ICD കോഡിങ് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. Then മൂന്നാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഇംപ്രോപ്പർ കൺസെന്റ്. ചില മെഡിക്കൽ റെക്കോർഡുകൾ ഇംപെർഫെക്റ്റ് ആവാം അല്ലെ, അതായത് എന്താ പറയാ, ഫിൽ ചെയ്തിട്ടുണ്ടാവില്ല, കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചില മെഡിക്കൽ റെക്കോർഡിന് കൺസെന്റുകൾ ഉണ്ടാവണം എന്നില്ല. അപ്പോ അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. Then നാലാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സായിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു 1000 മെഡിക്കൽ റെക്കോർഡുകൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 100 എണ്ണം ചിലപ്പോൾ കാണാതെ പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. Then fifth one, bed occupancy rate. The bed occupancy rate BOR percentage is a measure of utilization of the available bed capacity in a hospital. It denotes the percentage of beds occupied by patients in defined period of time, normally a year. Bed occupancy rate എന്ന് പറഞ്ഞാൽ BOR ആണ്. അതായത് ഇത് എന്താ പറയാ, എന്തളക്കുന്നതാണ്, ഹോസ്പിറ്റലുകളുടെ ബെഡുകള് അളക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് എത്രയാണ് ഹോസ്പിറ്റലിൽ ബെഡുകൾ അവൈലബിൾ ആയിട്ടുള്ളത്, പേഷ്യൻസിന് അവർക്കനുസരിച്ചിട്ടുള്ള ബെഡുകൾ അവിടെ അവൈലബിൾ ആണോ എന്നതിന്റെ പെർസെന്റേജ് കൂടി ഇവിടെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഒരു ചാപ്റ്ററിലുണ്ട്, അതായത് ടീച്ചർ എടുക്കോട്ടോ, നിങ്ങൾക്ക് പെർസെന്റേജ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണത്, നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും പെർസെന്റേജ് ഒക്കെ പഠിക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. Then sixth one, length of stay ആണ്. അതായത് ആളുകള് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് എത്രമാത്രം ഹോസ്പിറ്റലുകളിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഷോർട്ട് സ്റ്റേ ആവാം, അല്ലെങ്കിൽ ലോങ് സ്റ്റേ ആവാം. അവർ എത്ര നാളാണ് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. Then seventh one, mortality rate, മരണനിരക്ക്. ഓക്കെ, അതിന്റെ റേഷ്യോ. Eighth one, പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതായത് പ്രസവത്തിനോടനുബന്ധിച്ച് എത്ര പേര് മരിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, ന്യൂസുകളിലൊക്കെ കാണാറുള്ളതാണ്, പ്രസവത്തിനോടനുബന്ധിച്ച് യുവതി മരിച്ചു, അല്ലെങ്കിൽ യുവതി കുഞ്ഞു മരിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളിലൊക്കെ കേൾക്കാറുള്ളതാണ്. അപ്പോ അതിന്റെ റേറ്റ് ആണ് 8th one പറയുന്നത്. ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്ക് കേട്ടോ, മരണനിരക്കാണ് കേട്ടോ. അതിന്റെ റെക്കോർഡുകളും മറ്റും ഉണ്ടാവില്ലേ, അതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് അവിടെ നോക്കുന്നത് കേട്ടോ, മരണനിരക്കിന്റെ റെക്കോർഡുകൾ. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ മെറ്റേണൽ, 6th പോയിന്റോ, ലെങ്ത് ഓഫ് സ്റ്റേ. ലെങ്ത് ഓഫ് സ്റ്റേ എന്താണ്, അതായത് ആളുകൾ താമസിക്കുമല്ലോ. ഷോർട്ട് സ്റ്റേ ആയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടില്ലേ, ഷോർട്ട് സ്റ്റേ, ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ താമസിക്കില്ലേ. അപ്പൊ എത്ര, ചിലപ്പോ ഒരാഴ്ച താമസിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ 1 മാസം താമസിക്കാം. അപ്പൊ അതിന്റെ കണക്ക് നോക്കുന്നതിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് പ്രസവത്തിനോടനുബന്ധിച്ച് മരിക്കുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. 9th one, പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. പ്രസവത്തിനോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇൻഫാന്റ്, ഇപ്പൊ NICU കിടക്കുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ മരിക്കുന്ന, ഡെത്താകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ അവരുടെ റേറ്റ് എത്രയാണെന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ MRDയില്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. MRDയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടോ? 9th one, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നവജാത ശിശുക്കളുടെ മരണനിരക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയാം. ഓക്കെ, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് പ്രസവാനന്തരം അല്ലെങ്കിൽ പ്രസവാനന്തരമായിട്ട് എന്താ പറയാ,
യുവതികളൊക്കെ മരിക്കാറില്ല, സ്ത്രീകൾ, അതിന്റെ മരണനിരക്കാണ് അവിടെ പറയുന്നത്. ഓക്കെ, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഇംപ്രോപ്പർ കൺസെന്റ്. ചില മെഡിക്കൽ റെക്കോർഡുകളില് നേരാവണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെയാണ്? പേരുണ്ടാവും, വയസ്സുണ്ടാവില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡുകളെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് മെഡിക്കൽ റെക്കോർഡുകൾ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ കൺസെന്റ്, അതായത് കൺസെന്റുകൾ ഉണ്ടാവില്ല. നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കില്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഒരു ഡോക്ടറെ പുതുതായിട്ട് കാണാൻ പോവാണ്, നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും? സൈൻ ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് കൺസെന്റ്. അത് ഉണ്ടാവില്ല ചില മെഡിക്കൽ റെക്കോർഡുകൾ. നമ്മൾ ഈ കൊടുക്കുന്ന സാധനം അവർ എന്ത് ചെയ്ത് വെക്കും? മെഡിക്കൽ റെക്കോർഡിന്റെ കൂടെ പിൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൺസെന്റ്. ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ് ഇല്ലാത്തത്. ഓക്കെ, അതായത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ് അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബയോഡേറ്റ ഇല്ലാത്തതിനെയാണ് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ ഡൗട്ട് ഉള്ളത്? ഓക്കെ ആണ്. അടുത്തത് പറഞ്ഞോട്ടെ. ദെൻ HRM ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് കേട്ടോ. HRM എന്ന് പറഞ്ഞാൽ എന്താണ്? HRM എന്ന് പറഞ്ഞ ആരെങ്കിലും അറിയോ നോക്കട്ടെ. എന്താണ് HRM? ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് HRM? ഹ്യൂമൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ? നിങ്ങൾക്ക് എടുത്ത ചാപ്റ്റർ ആരെങ്കിലും എടുത്തായിരുന്നോ? ചാപ്റ്റർ എടുത്തു അല്ലെ? ഓക്കെ, എന്താണ് അവരുടെ ജോലി? എന്താണ് അവരുടെ പണി? എന്താ ഹോസ്പിറ്റലില്? നയിക്കല് അല്ലെ? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കുക അല്ലെങ്കിൽ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി അല്ലെ? പിന്നെന്താണ് അവരുടെ ജോലി? പ്രധാനപ്പെട്ട ജോലി എന്താ? നമ്മളെ അപേക്ഷിച്ച് അവരുടെ ജോലി എന്താ? നമ്മൾക്ക് എങ്ങനെയാണ് അവർ ഉപകാരപ്പെടുന്നത്? നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എങ്ങോട്ട് പോകും? എല്ലാ ഹോസ്പിറ്റലിലും പോകും അല്ലെ? ഇന്റർവ്യൂവിനായിട്ട് ബെസ്റ്റ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കും. അപ്പോ നിങ്ങളെ ഹയർ ചെയ്യുന്നത്, നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്, നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു HRമില് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. എംപ്ലോയീസിന്റെ, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സംതൃപ്തി ഓക്കെ ആണോ, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ സൂചിക, അല്ലെങ്കിൽ അവർ ഓക്കെ ആണ്, അവർ ജോലി ചെയ്യുന്നതിൽ അവർക്ക് സംതൃപ്തരാണോ എന്നതിന്റെ പെർസെന്റേജ് അവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത് എംപ്ലോയി അട്രീഷൻ റേറ്റ്. അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൽ എത്ര പേര് അവിടെ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ചിലവരൊക്കെ എന്ത് ചെയ്യാം? റിസൈൻ ചെയ്ത് പോവാ അല്ലെ? ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് മൂലമോ, അല്ലെങ്കിൽ സാലറി പാക്കേജിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പൊസിഷൻ അവരെ തേടി വരുന്നത് കൊണ്ടോ ആയിരിക്കും എന്ത് ചെയ്യുക? അവരവിടെ നിന്ന് ലീവ് ചെയ്ത് പോവാം. അപ്പൊ എത്രമാത്രം ഒരു 100 ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 10 പേരെങ്കിലും എന്ത് ചെയ്യാം? കാലക്രമേണ അവിടെ നിന്ന് കൊഴിഞ്ഞു പോകാം. ആ ഒരു റേറ്റിനെയാണ് ആക്ടിവേഷൻ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കൊഴിഞ്ഞു പോകുക അഥവാ ലീവ് എന്ന് എഴുതുക. അപ്പൊ കൂടുതൽ ക്ലിയർ ആവും. മൂന്നാമത്തെ പോയിന്റ്, എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ്. അവിടെ ജോലി എടുക്കുന്ന ആളുകളിൽ എത്ര പേര് ആബ്സെന്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ജോലിക്ക് ശരിയായ രീതിയിൽ വരാതിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്ന എംപ്ലോയീസിനെ നമുക്ക് ചില സ്ഥാപനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ പെർസെന്റേജ് എത്രയാണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ആബ്സെന്റ് ആകുന്ന ആളുകളുടെ ശതമാനം. നാലാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോർമഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അതായത് അവിടെ ജോലി എടുക്കുന്ന, ഒരു സ്ഥാപനത്തിൽ ജോലി എടുക്കുന്ന എംപ്ലോയീസിന്
എത്രമാത്രം എംപ്ലോയീസിന്റെ റൈറ്റ്സിനെ കുറിച്ചും അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും വെൽഫെയർ സ്കീംസിനെ കുറിച്ചും അറിയാം. ചിലപ്പോ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ കുറെ പേര് എന്ത് ചെയ്യേണ്ട ഒരു സ്ഥാപനത്തിൽ ജോലി എടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകൾക്കും ചിലപ്പോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ അവകാശങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ക്ഷേമ പദ്ധതികളെ കുറിച്ചും ഒന്നും അറിയാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോ ഒരു 100 സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമുണ്ട് എന്നതിന്റെ റേഷ്യോ ആണ് അവിടെ നോക്കുന്നത്. Then fifth one, percentage of staff provided pre-exposure prophylaxis. Pre-exposure prophylaxis എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന എത്ര എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ അഥവാ വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. അതായത് സ്റ്റാഫുകളിലും ഇൻഫെക്ഷൻസ് വരാനുള്ള സ്റ്റാഫുകളുടെ എണ്ണം ഉണ്ട് അല്ലെ. അതായത് ജോലി ചെയ്യുന്ന ആളുകളാണെന്ന് കരുതിയിട്ട് അവർക്ക് രോഗം വരാതിരിക്കണം എന്നില്ല അല്ലെ, ചിലപ്പോ വരാം. ഇപ്പൊ ചിലർക്കൊക്കെ എന്താണ് രോഗം ഉണ്ടാവാം. ചിലവര് ഡയബറ്റിക് പേഷ്യന്റ് ആകാം, ചിലവരാണെങ്കിൽ ആസ്മ പേഷ്യൻസ് ആവാം. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതായത് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള സ്റ്റാഫുകളെ കണക്കിലെടുത്തിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ട് വാക്സിനേഷൻ കൊടുക്കുക എന്ന് പറയുന്ന രീതി ഹോസ്പിറ്റലുകളിൽ ഉണ്ട്. ഇങ്ങനെ ഒരു പ്രോസസ്സ് എത്രമാത്രം നടക്കുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് ഫിഫ്ത് വൺ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സംതൃപ്തി എത്രയാണ് നടക്കുന്നത്. എംപ്ലോയി സാച്ചുറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കൊഴിഞ്ഞു പോക്ക്, ഓക്കെ, അല്ലെങ്കിൽ പേഷ്യന്റ് ലീവ് ചെയ്യുന്നത്. എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് എംപ്ലോയീസ് ആബ്സെന്റ് ആകുന്നത്. അതുപോലെ തന്നെ എത്ര എംപ്ലോയീസിന് അവരുടെ റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അതുപോലെ വെൽഫെയർ സ്കീംസിനെ കുറിച്ചും അറിയാം, അതിന്റെ ഒരു പെർസെന്റേജ്. ദെൻ എത്ര സ്റ്റാഫുകൾക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്, അതിന്റെ റേറ്റ്. ഓക്കെ. ദെൻ 10th വൺ ഡിസ്ചാർജ് സമ്മറി ആണ്. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ഡിസ്ചാർജ് സമ്മറിയിൽ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. എത്ര സമയം എടുത്തിട്ടാണ് ഡിസ്ചാർജ് നടത്തുന്നത്. ഓക്കെ, അതിന്റെ പെർസെന്റേജ് മാത്രമാണ് നോക്കുന്നത് കേട്ടോ. ചിലപ്പോ രാവിലെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവാം, വൈകിട്ടായിരിക്കും അവിടെ നിന്ന് പോകുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു റേഷ്യോ എത്ര പേർക്ക് അങ്ങനെ വൈകിട്ട് പോകേണ്ടി വരുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ ആണ് അവിടെ പറയുന്നത്. Then 11th one, maintenance department quality representatives. First one, critical equipment breakdown time, biomedical equipment, general equipment. അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് നോക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മള് എന്താ പറയാ കുറച്ച് നമുക്ക് എന്താ പറയാ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അപകടകരമാണ് നമുക്ക് തോന്നുന്ന ചില മെഷീൻസും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. അത് ബ്രേക്ക് ഡൗൺ, അതിന്റെ എന്താ പറയാ അത് തകരാറിലായാല് എന്താ പറയാ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്, അതിന്റെ മെയിൻ്റനൻസിന് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്. അതിനകത്ത് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് വരാം, ജനറൽ എക്യുപ്മെന്റ് വരാം, ഈ ക്രിട്ടിക്കൽ എക്യുപ്മെന്റിൽ ഉണ്ടാവും. അപ്പോ അതിന്റെ ബ്രേക്ക് ഡൗൺ ടൈം എത്രയാണ്, അത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ടെന്നാണ് അവിടെ നോക്കുന്നത്. രണ്ടാമത്തത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്, OT, ICU, ജനറൽ എക്യുപ്മെന്റ്. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലും ICUയിലും എത്ര എക്യുപ്മെന്റുകൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രമാണ് അതിന്റെ യൂട്ടിലൈസേഷൻ, അതിന്റെ ഉപയോഗം എത്രമാത്രമാണ് വരുന്നത് എന്നതിന്റെ റേറ്റ് ആണ് അവിടെ നോക്കുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. Then ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ് ഇതിനകത്ത് വരുന്നത്. നോക്കാം നമുക്ക്. എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. അതായത് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപേക്ഷിക്കണമെങ്കിൽ താഴെ പറയുന്ന എലിജിബിലിറ്റീസ് ക്ലിയർ ചെയ്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ആ എലിജിബിലിറ്റീസ് എന്ന് നോക്കാം നമുക്ക് കേട്ടോ.
Currently in operation as a healthcare provider, it should be above 50 beds. Since hospitals below 50 beds will come under SHCO standards. ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ആ സ്ഥാപനത്തിൽ 50 ബെഡിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. 50 കിടക്കുകൾ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുക, അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. 50 കുറവാണ് ബെഡുകളെങ്കിൽ നാബ് അതിനെ പരിഗണിക്കുന്നത് SHCO എന്ന പേരിലാണ്. SHCO എന്ന് പറഞ്ഞാല് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിട്ടാണ് നാബ് ആ ഹോസ്പിറ്റലിനെ പരിഗണിക്കുക. അപ്പോ 50 ബെഡിൽ കൂടുതൽ വേണം നമുക്ക് എന്ത് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം. അതാണ് ആദ്യത്തെ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, the hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന സ്റ്റാഫുകൾ, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അവരുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 30% ആയിരിക്കണം. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഡെയിലി വരുന്നവരുടെ ഒരു കണക്കാണോ ഞാൻ പറയുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ കിട്ടുന്ന സ്ഥാപനത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. അവിടെ ഒരിക്കലും ആളുകളുടെ ഒരു കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോ ഒരു ദിവസത്തെ കണക്ക്, അതായത് ഒരു 30% ആളുകളെങ്കിലും അവിടെ ഡെയിലി വന്നു പോകണം. ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സിംബലൈസ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഓഫ് കെയറിനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, the organization that commits to abide by NAB standards and applicable legal, statutory, regulatory requirements. അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ, അതായത് നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാനായിട്ട് നിർബന്ധിതമായിട്ടുള്ള സ്ഥാപനമായിരിക്കണം ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ പല സ്റ്റാൻഡേർഡുകളും ഇപ്പൊ ഇതുവരെ പറഞ്ഞു അല്ലെ. ആ സ്റ്റാൻഡേർഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന സ്ഥാപനത്തിന് മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. Then last one, the healthcare organization should have implemented NAB standards in the HCO for a minimum of 3 months. അതായത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനം 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞു 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകൾക്കാണ് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ അധികാരമുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ദിവസം പേഷ്യന്റ് വരുന്ന കണക്കെന്ന് പറയുന്നത് 30% ആണ്. മൂന്നാമത്തത്, ഈ സ്ഥാപനം അതായത് നാബിന് അപ്ലൈ ചെയ്യുന്ന സ്ഥാപനം നാബ് സ്റ്റാൻഡേർഡുകൾ നടപ്പിലാക്കാൻ നിർബന്ധിതരാകണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, അറ്റ്ലീസ്റ്റ് അതായത് അപ്ലിക്കേഷൻ ചെയ്യുന്ന ആ ഒരു സ്ഥാപനം 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. Then these standards are to be used by the whole organization and not for a certain service within the organization. Organization provide multiple services and the standards are equally applicable to all service within the healthcare organization. അതായത് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകളുള്ള അവർക്ക് മാത്രമാണ് ഈ ഒരു ഇതില് എന്താ പറയാ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട് സാധിക്കുക. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എല്ലാവർക്കും പാലിക്കാൻ പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഓർഗനൈസേഷനും ബാധകമായിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണോ? ഇനി എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ക്ലിയർ ആണോ? അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റല് നിർബന്ധമായും നാബ് സ്റ്റാൻഡേർഡ് പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ നാബിന്റെ സ്റ്റാൻഡേർഡുകള് ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് നാബിന്റെ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നാബിന്റെ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാ?
എന്തൊക്കെയാണ് നാബിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും കമന്റ് ചെയ്തേ? ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് കമന്റ് ചെയ്തേ? ഒന്ന് അറിയണമല്ലോ എന്ത് മനസ്സിലായെന്ന്. എന്താണ് സ്റ്റാൻഡേർഡ്? ആ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റില്, അതുവരെ നാബിന്റെ സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളും നാബിന്റെ എന്താ പറയാ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പാലിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അത്രയും കാര്യങ്ങള് ഫോളോ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം നാബിന് അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ മൊത്തം ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയിരിക്കണം അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കും ഇപ്പൊ തന്നെ. നാലാമത്തെ പോയിന്റോ? ഏത് 4? എലിജിബിലിറ്റി ടു അപ്ലൈ ആണോ? പിന്നെ ഏതാണ് 4th പോയിന്റ് പറഞ്ഞേ? The healthcare organization should have implemented ആണോ? നാബിന്റെ സ്റ്റാൻഡേർഡുകൾ 3 മാസമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഞാൻ ഈ ഒരു ഇത് കാണിക്കാൻ മറന്നു നിങ്ങളെ. നോക്കിയാൽ നിങ്ങള് അക്രഡിറ്റേഷൻ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നില്ലേ? നോക്കിയാൽ നിങ്ങൾ അതിനകത്ത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ് കണ്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് മംഗള ഹോസ്പിറ്റൽ, മംഗള കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, കദ്രി റോഡ്, മംഗളൂരു. മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിന് കിട്ടിയിരിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ആണ്. ഇതിന് 3 സിമ്പിൾസ് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ ഒരു സിമ്പിൾ ഗ്രീൻ സിമ്പിള് പ്രീ അക്രഡിറ്റേഷൻ ആണ്. ഓക്കെ, അതായത് ആദ്യത്തെ സ്റ്റേജിൽ കിട്ടുന്ന ഒരു അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. നമുക്ക് മൊത്തമായിട്ട് എന്ത് കിട്ടില്ല, അങ്ങനെ തന്നെ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ലെവൽ ഉണ്ട് അതിന് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കേട്ടോ. ഞാൻ പറഞ്ഞു നേരത്തെ 3 മാസമാണ്, ചിലപ്പോൾ 3 മാസം മാത്രം ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. ഇത് നാബിന് എന്താണ് അറിയണമല്ലോ. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യില്ല, മൊത്തമായിട്ടുള്ള അക്രഡിറ്റേഷൻ ഒന്നും കൊടുക്കില്ല. എന്ത് ചെയ്യും, പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുക. അപ്പൊ ആദ്യം കിട്ടുന്ന സ്ഥാപനത്തിന് എപ്പോഴും പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. ദെൻ രണ്ടാമത്തത് ബ്ലൂ കളർ ആണ്. എന്താണ്, അതും പ്രീ അക്രഡിറ്റേഷൻ ആണ്. അത് കുറച്ചും കൂടി ഗ്രീൻ കളറിനേക്കാളും കുറച്ചും കൂടി ടോപ്പിൽ നിൽക്കുന്നതാണ്. പ്രോഗ്രസീവ് ലെവലിലാണ് അത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് വൺ റെഡ് കളറിലുള്ള ഒരു സർക്കിൾ കണ്ടില്ലേ നിങ്ങള്, ദാറ്റ് ഈസ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കേട്ടോ. അതായത് ഏറ്റവും നല്ല സ്ഥാപനത്തിന് കൊടുക്കുന്ന അംഗീകാരം. ഈ ഒരു 3 ലെവലായിട്ടാണ് ഇത് വരിക. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയിരിക്കുന്നത് ഏത് അക്രഡിറ്റേഷൻ ആണ് നിങ്ങൾ നോക്കിയേ? ഏതാ കിട്ടിയിരിക്കുന്നേ? ഇത് താഴെ തന്നെ ഉണ്ട്, ഗ്രീൻ ആണ്. അതായത് എൻട്രി ലെവലാണ് ആ ഹോസ്പിറ്റലിൽ കേട്ടോ. അതായത് ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നോക്കിയേ നിങ്ങള്, സർട്ടിഫിക്കേഷൻ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സൈനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വാലിഡ് ചെയ്തിരിക്കുന്നത്, അതായത് വാലിഡ് ഫ്രം സെപ്റ്റംബർ 24, 2019, അതായത് 2 വർഷത്തേക്കാണ് ഇതിന്റെ വാലിഡിറ്റി ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ഒക്കെ അവർക്ക് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ പ്രോഗ്രസീവ് ലെവലിലുള്ള അക്രഡിറ്റേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം അവിടെ ഏത് കളറാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നമുക്ക്
നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. ഇപ്പൊ തരുന്നില്ല, ലാസ്റ്റ് തരാം. ചാപ്റ്റർ 12 ഓഡിറ്റ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നേ. ഞാൻ പേഴ്സണലി പറയാണ്, ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഡിഫിക്കൽട്ട് ഇവിടെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് കഴിയുന്നതും എന്നെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പറഞ്ഞുതരാം. എന്താണ് ഓഡിറ്റ്? പറയുന്നതാവണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് ഓഡിറ്റ്? ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്നതാണോ? അല്ലെങ്കിൽ ഇവിടെ എന്താണ് കുടുംബശ്രീയിലൊക്കെ പോകുന്ന ധാരാളം ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഓഡിറ്റിന് പോകണം എന്നൊക്കെ ചേച്ചിമാരൊക്കെ പറയുന്നത് കേൾക്കാം അല്ലെ? എന്താണ് ഓഡിറ്റ്? ഇല്ല, കേട്ടിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല ആരും. കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളൊന്നും ആരും ഇല്ല. ഉണ്ട്. അപ്പൊ എന്താണ് പ്രിൻസി ഓഡിറ്റ്? എന്താണ് ഓഡിറ്റിന് പോണെന്ന് പറയാറില്ലേ? ഓഡിറ്റ് ആണ്, ഇതിന്റെ ഡേറ്റിൽ ഓഡിറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ കുടുംബശ്രീയിലൊക്കെ? ഉണ്ട് ഇല്ലേ? ഒരിക്കലെങ്കിലും ഓഡിറ്റ് നടത്താത്ത കുടുംബശ്രീ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് ഇയർ കാൽക്കുലേഷൻ ആണ്, ഒരു വർഷത്തെ മൊത്തമായിട്ടുള്ള കാൽക്കുലേഷൻ ആണ് എന്ത് ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ? ആ കാൽക്കുലേഷന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഷെയറും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, അപ്പൊ അത് പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിന്റെ ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാധാരണ ഒരു ഓഡിറ്റുമായിട്ട് ഇതിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ചില കാര്യങ്ങളിൽ സാമ്യം ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഹോസ്പിറ്റലിന്റെ ഓഡിറ്റ് മറ്റു ഓഡിറ്റുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ ബാങ്കിങ് ഓഡിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? പല സ്ഥാപനങ്ങളിലും, എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തപ്പെടുന്നുണ്ട് അല്ലെ? അവരുടെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്, കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഞാനിത് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതിയെടുക്കാം. ഇപ്പൊ ഡെഫിനിഷൻ പറയാൻ പോവാണ്. എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദ പ്ലാനിംഗ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസസ് വിത്ത് റിഗാർഡ് ടു എഫിഷ്യൻസി, effectiveness and quality within given resources. It is the assessment of data, documents and resources to inspect the performance of system if meets specified standards. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക. മലയാളത്തിൽ പറഞ്ഞുതരാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. ഒന്നുകൂടി പറയാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. ഇനി ഒരു ലൈനും കൂടി എഴുതാം. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ഓഡിറ്റ്. പ്രകടനം പരിശോധിക്കുന്നതിനുള്ള
ഒരു രീതിയാണ് ഓഡിറ്റ്. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള ഒരു രീതിയാണിത്. ഒരു രീതിയാണ് ഇത്. ഒരു ലൈനും കൂടി എഴുതാം. ഡാറ്റ, ഡാറ്റ, രേഖകൾ, രേഖകൾ, ഉറവിടങ്ങൾ, ഉറവിടങ്ങൾ എന്നിവയിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. എന്നിവയിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ എന്നിവയിലൂടെയാണ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മലയാളം എക്സ്പ്ലനേഷൻ പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. എന്താണ്? അതായത് ഹോസ്പിറ്റലിന്റെ ഓഡിറ്റ് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലില് എത്രമാത്രം സ്റ്റാഫുകൾക്ക് എഫിഷ്യൻസി ഉണ്ട്, അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരുടെ സർവീസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് സ്റ്റാഫുകളുടെ എഫിഷ്യൻസി, ദെൻ അവിടെയുള്ള റിസോഴ്സസുകള്, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർ നൽകുന്ന സേവനം, അതുപോലെ അവിടെയുള്ള എക്യുപ്മെന്റുകള്, ദെൻ അവിടെയുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, കെയർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നത് അതാണ് അടുത്തതിൽ വരുന്നത് കേട്ടോ. എന്താണ് അതിനകത്ത് പരിശോധിക്കുന്നത്? അതിന്റെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ അഥവാ പെർഫോമൻസിനെ വിലയിരുത്തുന്ന രീതിയാണത്. നമ്മൾ പല പല പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിൽ പഠിച്ചു. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ അത് ക്രോഡീകരിക്കണം അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ ഹോസ്പിറ്റൽ ഓഡിറ്റ് എന്ന് പറയും കേട്ടോ. സ്റ്റാൻഡേർഡുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. ഓഡിറ്റ് എങ്ങനെയാണ് നടത്തുന്നത്? ഹോസ്പിറ്റലിൽ തന്നെ പല പല ഡേറ്റാസ് ഉണ്ട്, പല പല റിസോഴ്സസ് ഉണ്ട്, പല പല രേഖകൾ, റെക്കോർഡുകൾ ഉണ്ട്. അതിലൂടെയാണ് ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിറ്റ് നടത്തപ്പെടുന്നത്. ഒന്ന് ഓർത്തിരിക്കുക, മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് രജിസ്റ്റർ, ഈ രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഓഡിറ്റ് നടത്തുന്നത്. ഒരാളിന്റെ മെഡിക്കൽ റെക്കോർഡ് നോക്കിയാൽ അറിയാം അയാള് എത്രമാത്രം ട്രീറ്റ്മെന്റിന് വിധേയനായി, എത്രമാത്രം മരുന്നുകൾ കഴിച്ചു, എത്രമാത്രം ഡോക്ടേഴ്സ് അവർക്ക് സേവനം കൊടുത്തു അല്ലെ. ആ മെഡിക്കൽ റെക്കോർഡിനെ ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓഡിറ്റ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ബാക്കിയുള്ളവർക്കൊന്ന് തമ്പിടാ കേട്ടോ. ക്ലിയർ ആണെന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഹോസ്പിറ്റലിന്റെ എഫിഷ്യൻസി, ട്രീറ്റ്മെന്റ്, കെയർ, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന എന്താ പറയാ ക്വാളിറ്റിയിലുള്ള സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയും ഓഡിറ്റ് എന്ന് പറയുന്നു. ദെൻ അത് പല രീതിയിലൂടെയാണ് നടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഡാറ്റാസ്, അതുപോലെ രേഖകള്, റിസോഴ്സസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതാണ് ആ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ദെൻ നമുക്ക് ഓഡിറ്റ് എന്നത് പറയുന്നത്, അതായത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഓഡിറ്റ് എന്ന് പറയുന്ന മറ്റൊരു എക്സ്പ്ലനേഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. അത് കൂടി ഒന്ന് നോക്കാം. In healthcare is a process used by health professionals
To estimate, evaluate, and refine care of patients in a systematic way, audit calculates current practice against a defined standard. It belongs to clinical governance, which aims at safeguarding high quality of clinical care for patients. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഹെൽത്ത് കെയറിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. ഹെൽത്ത് കെയറിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെന്റൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ക്ലിനിക്കൽ പരിചരണം സുരക്ഷിതമാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണത്തിനും അല്ലെങ്കിൽ അവരുടെ പരിചരണം അവരുടെ കെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണമെങ്കിൽ അതിനെ ഒന്ന് പരിഷ്കരിക്കുന്നതിനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് ഓഡിറ്റ് കേട്ടോ. ഇപ്പൊ രോഗി പരിചരണം കണക്കാക്കുന്നതിനും, ഷോർട്ടായിട്ടാണ് പറയുന്നത്, രോഗി പരിചരണം കണക്കാക്കുന്നതിനും, അതായത് രോഗിയുടെ കെയർ കണക്കാക്കുന്നതിനും അതുപോലെ തന്നെ അത് വിലയിരുത്തുന്നതിനും വേണമെങ്കിൽ പരിഷ്കരിക്കുന്നതിനും മെഡിക്കൽ ഫീൽഡിലുള്ളവർ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണെന്ത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓഡിറ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാല് രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ക്ലിനിക്കൽ പരിചരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഹൈ ക്വാളിറ്റിയിലുള്ള കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഓഡിറ്റ് നടപ്പാക്കുന്നത് കേട്ടോ. ഇത് മറ്റേതൊരു സ്ഥാപനത്തിലും ഇങ്ങനെയാണ്. ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം, സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ഥാപനത്തിലും ഓഡിറ്റ് ചെയ്യുന്നത്. എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റ് നടത്തുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകളില് പേഷ്യന്റ് ആണ് രാജാവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ പേഷ്യന്റിന്റെ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള കെയർ കിട്ടിയാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലെ നല്ല രീതിയിൽ സ്മൂത്തനായിട്ട് പ്രവർത്തിക്കുക. അപ്പോ അതാണ് ഓഡിറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ് എല്ലാവരും? നമുക്ക് ഇതും കൂടി ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തിനാണ് ഓഡിറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓഡിറ്റ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. വൈ ഓഡിറ്റ്? അപ്പൊ നമുക്ക് നോക്കാം. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? ഡാറ്റ നിലവാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അതായത് പല പല രേഖകൾ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. അതിന്റെ എന്താ പറയാ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഡിഫെൻഡ് ദ റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഒരു ആശുപത്രിയുടെ ജീവനക്കാരുടെയും ആശുപത്രിയുടെയും പ്രശസ്തി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റ് സഹായിക്കുന്നു. ഓഡിറ്റ് നടത്തപ്പെടുന്ന സ്ഥാപനമാണെങ്കിൽ അത് ഫേമസ് ആയിട്ടുള്ള സ്ഥാപനമായിരിക്കും. എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് ഓഡിറ്റ് നടത്താറില്ല കൃത്യമായിട്ട്. ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ
വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെയാണ് കൂടുതൽ നമ്മളിത് കാണാം. അപ്പോ ആ ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് നടത്തിയാൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ പ്രശസ്തിക്കും അതുപോലെ പോപ്പുലാരിറ്റിക്കും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ തന്നെ പോപ്പുലാരിറ്റിക്കും കാരണമാകുന്നു എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഡിഫെൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. അതായത് ഭാവിയിൽ വരാൻ പോകുന്നതും ഇപ്പോൾ നിലവിലുള്ളതുമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിനെ നേരിടാനായിട്ട് ഓഡിറ്റ് പ്രാപ്തമാക്കുന്നു. അതായത് ഒരു സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ ആയിട്ട് പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ, നിലവിലുണ്ടാവാം, ഇനി ഭാവിയിൽ എന്തെങ്കിലും വരാനായിട്ട് ചാൻസ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ അതായത് ഫ്യൂച്ചറിൽ വരുന്ന ഫണ്ടിങ്ങിനെ പ്രതിരോധിക്കുന്നു, അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളെ ചെറുത്തു നിൽക്കാനും ഓഡിറ്റ് സഹായിക്കുന്നു. അതായത് കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിങ്ങിലും കാര്യങ്ങളിലും ഒരു ഇത് ഉണ്ടാവില്ല, ഒരു ക്രൈസിസ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അത് വരാതിരിക്കാനായിട്ട്, ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വരാതിരിക്കാനായിട്ട് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് റിഫൈൻ ക്വാളിറ്റി. റിഫൈൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് എന്താ പറയാ, അതായത് ഗുണനിലവാരം ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ഗുണനിലവാരം ഉയർത്തുക, ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി ഉയർത്തുക, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദെൻ യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രയോജകരമാകുന്നുണ്ട്. ദെൻ ഇൻസ്പയർസ് ടീം വർക്ക്. ഒരു ടീം വർക്കിനെ സ്വാധീനിക്കുന്നു. ഒരു സ്ഥാപനമാകുമ്പോൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രാപ്തമാക്കുന്നു. ദെൻ ഇംപ്രൂവ്സ് പേഷ്യന്റ് കെയർ. അതായത് പേഷ്യന്റിന്റെ കെയർ മെച്ചപ്പെടുത്തുന്നു, പേഷ്യന്റ് പരിചരണം നല്ല രീതിയിൽ കിട്ടുന്നു. ദെൻ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു കുടുംബശ്രീയിൽ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഷെയർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവണം അതിലൂടെ, എന്താ ഉണ്ടാവുന്ന അതിലൂടെ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാവുന്നത് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഓഡിറ്റിലും അതായത് ആ ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്, ഹോസ്പിറ്റലിലേതായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നുണ്ട്. Then last one, become necessary for meeting litigation under CPA. CPA ഫുൾ ഫോം എഴുതി വെക്കുക കേട്ടോ. കെയർ പ്രോഗ്രാംസ് അപ്രോച്ച്. കെയർ പ്രോഗ്രാംസ് അപ്രോച്ച്. കെയർ പ്രോഗ്രാംസ് അപ്രോച്ച്. അതിന്റെ മീനിങ് വരുന്നത് ഇതാണ്: CPA കീഴിലുള്ള വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിന് അത്യാവശ്യമാണ്. അതായത് കെയർ പ്രോഗ്രാംസ് അപ്രോച്ച് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സമീപിക്കേണ്ടത് കെയർ പ്രോഗ്രാംസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ്. ഓക്കെ, അതായത് ഒരു പ്രത്യേകമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല, ഏതെങ്കിലും ഒരു ഇതിന്റെ കീഴിൽ സബായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡെസ്കിന്റെ ഒക്കെ കീഴിൽ വരുന്നതാണ് CPA. CPA കീഴിൽ പല പേഷ്യന്റ് കംപ്ലൈന്റ്സും ചെന്നിട്ടുണ്ടാകാം. ഇങ്ങനെ ചെല്ലുമ്പോൾ ഓഡിറ്റ് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കേസുകൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെക്കൻഡ് ഒന്നുകൂടെ. ഓക്കെ, അതായത് ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. അതായത് ഓഡിറ്റ് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിനും പ്രശസ്തി ഉണ്ടാകുന്നു, ഫെമിലിയർ ആകുന്നു എന്നാ പറയുന്നത്. ഓക്കെ, അതായത് കെയർ പ്രോഗ്രാംസ് അപ്രോച്ച് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ കംപ്ലൈന്റ്സ് ഒക്കെ ചെല്ലുന്ന ഒരു ഒരു തീർപ്പാക്കൽ പദ്ധതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സബായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ കീഴില് വരുന്ന കേസുകൾ ഉണ്ടാവും, പേഷ്യന്റ് കംപ്ലൈന്റുകൾ ഉണ്ടാവും. അത് ഈസി ആയിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ? ഓക്കെ, ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. വായിച്ചു നോക്കാം.
ഞാൻ തന്നിരിക്കുന്ന മലയാളം എക്സ്പ്ലനേഷനൊക്കെ നന്നായിട്ട് വായിക്കാം. എന്നാൽ മാത്രമാണ് എക്സാമിന് ഇതൊക്കെ കിട്ടുക കേട്ടോ. ഓക്കെ, താങ്ക് യു.